പണ്ട് സ്കൂളിൽ നിന്നും ടീച്ചറുടെ കയ്യിൽ നിന്നും അടി കിട്ടിയെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ എന്താണ് കാര്യമെന്ന് പോലും ചോദിക്കാതെ അച്ഛൻ്റെയോ അമ്മയുടെ കയ്യിൽ നിന്ന് അടുത്ത അടി ഉറപ്പായിരുന്നു. നമ്മളിൽ ഭൂരിഭാഗം പേരും അനുഭവിച്ചറിഞ്ഞ അല്ലെങ്കിൽ കേട്ടുപഴകിയ ഒരു സത്യമാണിത്. എന്നാൽ ഇന്ന് കാലം മാറി, രീതികൾ മാറി. ഇന്ന് ടീച്ചർ അടിച്ചെന്ന് കുട്ടി വീട്ടിൽ പറഞ്ഞാൽ പിറ്റേന്ന് വീട്ടുകാർ സ്കൂളിലെത്തി ടീച്ചറെ തല്ലുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. സമൂഹത്തിൽ വന്നിരിക്കുന്ന ഈ വലിയ മാറ്റത്തെക്കുറിച്ച് പരസ്യമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി നവ്യ നായർ. വിദ്യാരത്ന അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നവ്യ നായർ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വിദ്യാഭ്യാസ പ്രമുഖർക്കിടയിലും വലിയ ചർച്ചയായിരിക്കുന്നത്. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധത്തിൽ വന്ന മാറ്റങ്ങളെയും പുതിയ തലമുറ നേരിടുന്ന വെല്ലുവിളികളെയും കുറിച്ച് വളരെ കൃത്യമായ നിരീക്ഷണങ്ങളാണ് നവ്യ പങ്കുവച്ചത്. വരും തലമുറയുടെ ഭാവി അധ്യാപകരുടെ കയ്യിലാണെന്ന് ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം മാറിയ കാലത്തെക്കുറിച്ച് തനിക്കുള്ള സങ്കടവും നവ്യ മറച്ചുവെച്ചില്ല. സ്കൂളുകളിലെ ആനുവൽ ഡേയ്സ് ആഘോഷങ്ങൾക്ക് അതിഥിയായി പോകുമ്പോഴുള്ള രസകരമായ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് നവ്യ സംസാരിച്ചു തുടങ്ങിയത്. ഇന്നത്തെ കുട്ടികൾക്ക് കേൾക്കാൻ ഇഷ്ടം താൻ പണ്ട് ക്ലാസ്സിൽ കയറാതെ കട്ടടിച്ച കഥകളും ഉഴപ്പിയ കഥകളുമാണ്. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് അതിനോടാണ് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ താൻ പഠിക്കുന്ന കാലത്ത് അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്ന് നവ്യ ഓർക്കുന്നു. ഒരു ക്രിസ്ത്യൻ മിഷണറി സ്കൂളിലായിരുന്നു നവ്യയുടെ പഠനം. അവിടെ സിസ്റ്റർമാരുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു നവ്യ നടത്തിയത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി ചൊല്ലിയും കൊന്ത വായിച്ചും 24 മണിക്കൂറും പ്രാർത്ഥിച്ചുമൊക്കെയാണ് താൻ സ്കൂൾ കാലഘട്ടം മുന്നോട്ട് കൊണ്ടുപോയതെന്ന് നവ്യ പറയുന്നു. അച്ഛൻ നൽകിയ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളായിരുന്നു തന്റെ പഠനത്തിന് അടിത്തറ പാകിയത്. 5 പൈസ കൊടുത്ത് അഡ്മിഷൻ വാങ്ങിത്തരില്ലെന്നും സ്വന്തം അധ്വാനം കൊണ്ട് വേണം മുന്നേറാനെന്നുമുള്ള അച്ഛന്റെ വാക്കുകളാണ് തന്നെ നയിച്ചതെന്ന് നവ്യ ഓർത്തെടുക്കുന്നു. തന്റെ സ്കൂൾ അനുഭവങ്ങൾ ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ലെന്ന് തിരിച്ചറിഞ്ഞ നവ്യ തന്റെ മകന്റെ അനുഭവങ്ങളാണ് വേദിയുമായി പങ്കുവച്ചത്. ഇന്നത്തെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ചും അവർ ചോദിക്കുന്ന അമ്പരപ്പിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ചും നവ്യ സംസാരിച്ചു. മകൻ ഉന്നയിച്ച ജെൻഡർ ഇക്വാലിറ്റി അഥവാ ലിംഗസമത്വത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ് സദസ്സിനെ ചിന്തിപ്പിച്ചത്. ആൺകുട്ടികളുടെ ബാത്റൂമിൽ വനിതാ അധ്യാപകർക്ക് വരാം, എന്നാൽ പെൺകുട്ടികളുടെ ബാത്റൂമിലേക്ക് എന്തുകൊണ്ട് പുരുഷ അധ്യാപകർക്ക് പോയിക്കൂടാ എന്നായിരുന്നു മകന്റെ ചോദ്യം. താൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജെൻഡർ ഇക്വാലിറ്റിയുടെ സ്പെല്ലിംഗ് അറിയാമായിരുന്നു എന്നല്ലാതെ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് അറിയില്ലായിരുന്നു എന്ന് നവ്യ തമാശ രൂപേണ പറഞ്ഞു. ഇത്തരത്തിൽ ചിന്തിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന ഒരു വലിയ തലമുറയാണ് ഇന്നത്തെ അധ്യാപകർ അഭിമുഖീകരിക്കുന്നത്. സ്വന്തം കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും നവ്യ പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി. കുടുംബത്തിൽ എല്ലാവരും അധ്യാപകരാണ്. അമ്മ കണക്ക് ടീച്ചറായിരുന്നു. അതുകൊണ്ട് തന്നെ ജോഗ്രഫി, കെമിസ്ട്രി, മാത്സ് എന്നിവയിലൊക്കെ 100-ൽ 100 മാർക്ക് വാങ്ങിയിരുന്ന ഒരു മിടുക്കി വിദ്യാർത്ഥിയായിരുന്നു നവ്യ. എന്നാൽ 10ാം ക്ലാസ്സിന് ശേഷം സിനിമാ മേഖലയിലേക്ക് എത്തിയതോടെ പതിവ് സ്കൂൾ പഠനത്തിന് വിരാമമായി. സിനിമാ തിരക്കുകൾക്കിടയിലും പഠനം ഉപേക്ഷിക്കാൻ നവ്യ തയ്യാറായില്ല. ക്യാമ്പസിൽ പോയി പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും MBA ഗ്രാജുവേഷൻ പൂർത്തിയാക്കാൻ നവ്യയ്ക്ക് സാധിച്ചു. വിദ്യാഭ്യാസം എന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച വ്യക്തി കൂടിയാണ് നവ്യ നായർ. വളർന്നു വരുന്ന പുതിയ തലമുറ വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മുന്നറിയിപ്പോടെയാണ് നവ്യ തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. ലഹരിക്കെതിരെയും മറ്റ് അനാചാരങ്ങൾക്കെതിരെയും സർക്കാർ നടപ്പിലാക്കുന്ന തൂഫാൻ പോലുള്ള പദ്ധതികൾ വളരെ സന്തോഷം നൽകുന്ന ഒന്നാണെന്ന് നവ്യ ചൂണ്ടിക്കാട്ടി. വീടുകളിൽ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം കുട്ടികൾ സ്കൂളിലാണുള്ളത്. അതിനാൽ തന്നെ സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ അധ്യാപകർക്ക് വലിയ പങ്കുണ്ട്. പണ്ട് അധ്യാപകരെ ഭയത്തോടെയും ബഹുമാനത്തോടെയും കണ്ടിരുന്നിടത്തു നിന്ന് ഇന്ന് അധ്യാപകരെ ആക്രമിക്കുന്ന തലത്തിലേക്ക് രക്ഷിതാക്കളും സമൂഹവും മാറിയതിൽ വലിയ സങ്കടമുണ്ടെന്ന് നവ്യ കൂട്ടിച്ചേർത്തു. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തമ്മിൽ ആരോഗ്യകരമായ ഒരു ബന്ധം വീണ്ടെടുക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ചുകൊണ്ട് നവ്യ നായർ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്.